ഞാനാണ് പാറുക്കുട്ടി. ഇന്ന് എൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. 2024 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ജനിച്ചത്. രേവതി നക്ഷത്രത്തിലുള്ള കുട്ടിയാണ് ഞാൻ. ഇന്ന് എൻ്റെ വളർത്തമ്മ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഗോപൂജ ചെയ്യുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതുപോലെ ആയിരിക്കും എല്ലാ ദിവസവും എന്ന് തെറ്റിദ്ധരിച്ചു. ഇനി പറയാം എൻ്റെ കഥ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് എന്നെ പ്രസവിച്ചത്. അതിൻ്റെ ചിത്രമൊന്നും അമ്മയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് അടുത്ത ദിവസത്തതാണേ. എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. ഈ തിട്ടയിൽ നിന്നും താഴോട്ട് ഇറങ്ങാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നെ കുളിപ്പിച്ചത്. കുളിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്താണ് ആരോ 2 പേര് എൻ്റെ അടുത്ത് ഓടി വരികയും എന്തോ സാധനം എൻ്റെ കഴുത്തിൽ കെട്ടിത്തരുന്നത് ഞാൻ കണ്ടു. പിന്നീടാണ് മനസ്സിലായത് അതെൻ്റെ നൂലുകെട്ടായിരുന്നു എന്ന്. ആ നൂലുകെട്ടും കഴിഞ്ഞ് ഞാൻ വിറച്ച് നിന്നു. അങ്ങനെ ഒരു 2 മാസം പോയതിന് ശേഷം എൻ്റെ കഴുത്തിലൊരു കയറ് കെട്ടിത്തന്നു. ആ കയറും കഴുത്തിൽ ചുറ്റി വെച്ച് വീട്ടിന് ചുറ്റും ആടിപ്പാടി ഉല്ലസിച്ച് നടക്കുകയായിരുന്നു. എനിക്ക് എവിടെയും പോകാം, എവിടെയും കയറാം. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് കൂടുതലായിരുന്നു. എൻ്റെ കുസൃതി സഹിക്കാൻ വയ്യാതെ മൂക്കിലൊരു കയറിട്ട് തന്നു. എന്നെ പിടിച്ചു നിർത്താനാണത്രേ. കയറ് ഊരിപ്പോവാൻ ഞാൻ സകല പണികളും ചെയ്തു. തല ഇടിച്ചു നോക്കി, കറക്കി നോക്കി, പല അഭ്യാസങ്ങളും ചെയ്തിട്ടും അത് ഊരിപ്പോകുന്നില്ല. ദിവസവും അമ്മ വരും, ക്ലിക്കെന്ന് സൗണ്ട് കേൾക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ എൻ്റെ കൊമ്പിൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്ന്. എന്നിട്ടൊരു ചെല്ല വിളി, പാറുക്കുട്ടിയേ എന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു മാമൻ വന്നു. എൻ്റെ കയറിനെ പിടിച്ചു മരത്തിൽ ചുറ്റി കെട്ടി. എൻ്റെ തലയും കൂടെ ചേർത്ത് വെച്ചാണ് മരത്തിൽ കെട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഈ മാമൻ ചെയ്യുന്നത്? അപ്പോഴാണ് ഒരാൾ എൻ്റെ കാതിൽ കയറി പിടിക്കുന്നു. ആദ്യം എനിക്ക് ചിരിയാണ് വന്നത്. പിന്നീടാണ് മനസ്സിലായത് കാത് കുത്താനാണെന്ന്. കാതിൽ കുത്തിയിട്ടത് വാക്സിൻ എടുത്ത നമ്പരാണത്രേ. ഇനിയാണ് വാക്സിൻ എടുക്കാൻ പോകുന്നത്. ദാ വരുന്നു ആ മനുഷ്യൻ എന്നെ ഇട്ട് കുത്താൻ. ദേ കുത്തി. കുത്തിയതും പോരാത്തതിന് ആ കുത്തിയ സ്ഥലത്തിട്ട് 2 ഇടിയും കൂടെ. അതും സഹിക്കാൻ വയ്യ. ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ മരുന്നുമായി എൻ്റെ കാതിലോട്ട് ഒഴിച്ചു തന്നത്. അല്പം ആശ്വാസമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 7-8 മാസം സുഖമായിരുന്നു. അടിച്ചു പൊളി ജീവിതം. അപ്പോഴാണ് ദാ വരുന്ന ഒരാൾ. എൻ്റെ കഴുത്തിൽ കിടന്ന കയറിന് മരത്തിൽ പിടിച്ച് വരിഞ്ഞ് കെട്ടിയപ്പോഴേ മനസ്സിലായി എന്തോ ഒരു ആപത്ത് മണക്കുന്നുണ്ടെന്ന്. എൻ്റെ കുറുമ്പ് കൂടിപ്പോയത്രേ. അതുകൊണ്ട് മൂക്ക് കയറിടാൻ പോവുകയാണ്. മൂക്ക് കയറിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാനും അമ്മയെപ്പോലെ സുന്ദരിക്കുട്ടിയായല്ലോ എന്ന്. ഇതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയാണ് ചെയ്തത് അല്ലേ? എനിക്ക് വേദനയുണ്ട് കേട്ടോ, എന്നാലും സാരമില്ല, ഞാനൊരു കൊച്ചു സുന്ദരിയായല്ലോ.